പാചകവാതക പ്രതിസന്ധിയിൽ ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്താൻ കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി ആരംഭിക്കാൻ തിരുവനന്തപുരം നഗരസഭ നാളെ ചേരുന്ന കൌൺസിലർമാരുടെ സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. കേന്ദ്ര പെട്രോളിയം മന്ത്രി സുരേഷ് ഗോപിയും യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തേക്കും. കാറ്ററിംഗ് അസോസിയേഷന്റെയും ഹോട്ടൽ കുടുംബങ്ങളുടെ അസോസിയേഷന്റെയും യോഗം മേയർ വി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ഭക്ഷണത്തിന് വില കൂട്ടരുതെന്ന ആവശ്യം യോഗത്തിൽ മേയർ മുന്നോട്ട് വച്ചു. ഭക്ഷണം കിട്ടാത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നാളെ ഞായറാഴ്ചയാണ്. നാളെ സർവകക്ഷി യോഗം കോർപ്പറേഷനിലെ വിവിധ കക്ഷി നേതാക്കളുടെ യോഗം വിളിക്കും. അതിനുശേഷം കൗൺസിലർമാരുടെ ഓൺലൈൻ യോഗം ചേരും. തിങ്കളാഴ്ച മുതൽ ആവശ്യമാണെങ്കിൽ ഹോസ്പിറ്റലുകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അവിടെ താമസിക്കുന്നവർക്ക് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്ക് പോകരുത് എന്ന് ഹോട്ടൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രജീഷ് നാരിക്കുനി വിവരങ്ങൾ നൽകാനായി ചേർന്നു. രജീഷ്, തലസ്ഥാനത്ത് മാത്രം 40% ഹോട്ടലുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് എന്നാണ് കേരള റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രതിസന്ധി എങ്ങനെ നേരിടാനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്? അനിഷ, പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമായി നേരിടുന്ന തലസ്ഥാനത്ത് അതിനൊരു ബദൽ മാർഗം എന്ന നിലയിലാണ് ഇപ്പോൾ കോർപ്പറേഷൻ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നത്. നാളെ സർവകക്ഷി യോഗവും ഒപ്പം തന്നെ കൗൺസിലർമാരുടെ യോഗവും ചേരും. ഒരുപക്ഷെ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് മേയർ അറിയിച്ചത്. അങ്ങനെ യോഗത്തിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി തുടങ്ങണോ, നിലവിലെ സാഹചര്യം എന്താണ്, ഇനി എത്രത്തോളം വേഗത്തിലായിരിക്കാം ഈ ഇപ്പോൾ അറിഞ്ഞു കിടക്കുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഒപ്പം തന്നെ പ്രതിസന്ധി നേരിടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഗ്യാസ് കുറ്റി, പാചകവാതക സിലിണ്ടർ എത്തിക്കാൻ കഴിയാന്നടക്കമുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ ചർച്ച ചെയ്യും. ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുകയാണെങ്കിലാണ് ഇത്തരത്തിൽ തിങ്കളാഴ്ച മുതൽ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുന്ന പദ്ധതിയിലേക്ക് നഗരസഭ ആലോചിക്കുന്നത്. വിറകിൽ അല്ലെങ്കിൽ കിട്ടുന്ന തരത്തിൽ ഗ്യാസ് ശേഖരിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് പരമാവധി ആളിലേക്ക് എത്തിക്കാൻ, അതായത് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതിയിലേക്ക് ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരസഭ ആലോചിക്കുന്നത്. ശരി.